പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനോഹരമായ സന്ധ്യയ്ക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധി വണങ്ങാം. ഹൃദയങ്ങളെ അറിയുന്ന പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് ഇന്നത്തെ രാത്രിയും നിങ്ങളുടെ പാദപീഠത്തിലേക്ക് വരുവാൻ അവിടുന്ന് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങളോട് ഇന്നത്തെ രാത്രി സംസാരിക്കണമേ അപ്പാ. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന തിരുവചനങ്ങൾ ഹരിട് ഞങ്ങളുടെ കർത്താവിനോട് ഏറ്റവും അടുക്കുവാൻ തക്കോണം പിതാവേ, തിരുഹിത പ്രകാരം ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ തക്കോണം ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ഞങ്ങളുടെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കി കാട്ടാം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും, അത് വിശ്വാസികളായിക്കൊള്ളട്ടെ അവിശ്വാസികളായിക്കൊള്ളട്ടെ, അവരെല്ലാവരും ഈ ലോകത്തിൽ കടന്നു വന്നത്, ലോകത്തിൽ ജനിച്ചത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. There is no birth on the face of the earth which is said to be accidental. ആകസ്മികമാണെന്ന് പറയുന്ന ഒരു ബർത്തും ഒരു ജനനവും ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. ദൈവത്തിന് എല്ലാവരെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. 139 സങ്കീർത്തനത്തില് വളരെ മനോഹരമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എന്തെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ 99.9%, 99.9% ആളുകളും കർത്താവിന്റെ പദ്ധതി എന്തെന്നറിയാതെ ഈ ലോകത്തിൽ കടന്നു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ ജീവിച്ച വർഷങ്ങൾ ഒരു പക്ഷേ 80-90 വർഷമായിരിക്കാം, അല്ലെങ്കിൽ 70-75 വർഷമായിരിക്കാം. ദൈവത്തിന് തങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്നറിയാതെ, പ്രൈസ് ദി ലോർഡ്, അവര് ഹല്ലേലൂയ സ്തോത്രം, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനാണ് ഇടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ രാത്രി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ ദൈവമേ, നിനക്ക് എന്നെ കുറിച്ചുള്ള ഹിതം എന്ത് എന്നീ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്നൊരു മനുഷ്യൻ ചോദിച്ചാൽ ദൈവം തീർച്ചയായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്തെന്ന് വെളിപ്പെടുത്തും. ദൈവത്തിന്റെ വചനം പറയുന്നു, he was the rewarder of those who seek him diligently. Praise the Lord. അവനെ അന്വേഷിക്കുന്നവർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് അവിടെ. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വളരെ മനോഹരമായ ദൈവവചന ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ്, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ സ്തോത്രം, ഈ ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. Only when we stand before the throne of the judgment seat of Christ, then only we will know we could have had a very good life on earth only if we had listened to the word of God. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം. വളരെ മനോഹരമായ ചില ചിന്തകൾ ഇന്നത്തെ രാത്രി ഞാൻ പങ്കുവെക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ സ്തോത്രം, ദൈവമക്കളെ, ഈ ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. If we are satisfied with what we are today, if we are satisfied with how we are today, we have no hope of further growth. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ തൃപ്തരാണെങ്കിൽ, ഇത് ഞാൻ ആയിരിക്കുന്നതൊക്കെ എനിക്ക് മതി എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ, മുന്നോട്ട് വളരുവാനുള്ള എല്ലാ വഴികളും അവിടെ അടയുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നീയും ഞാനും എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിനോട് പറയുക, കർത്താവേ, ഐ ഡോണ്ട് നോ വേർ ഐ ആം. ഹല്ലേലൂയ. അക്കോർഡിംഗ് ടു യുവർ വിൽ, അങ്ങയുടെ പദ്ധതി പ്രകാരം ഞാൻ എവിടെയായിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതിയിൽ ഞാൻ ഇനി എത്രമാത്രം വളരുവാനുണ്ടോ അത്രമാത്രം വളരുവാനുള്ള ഒരു കൃപ എന്റെ മേൽ തരണമേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായവൻ വലിയവ നമുക്ക് വേണ്ടി ചെയ്യും. You are enjoying a sermon doesn't mean that you are growing spiritually. ഒരു സെർമൺ കേട്ടിട്ട്, ഒരു ദൈവവചന പ്രഭാഷണം കേട്ടിട്ട് അത് എൻജോയ് ചെയ്യുന്നു, അത് അംഗീകരിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് ആത്മീയമായി നമ്മൾ വളരുന്നു എന്നതിന്റെ തെളിവല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേട്ടിട്ടുള്ള എത്രയോ പേര് ഇന്ന് നരകത്തിലുണ്ടെന്ന് നമുക്കറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് മനോഹരമായ ഒരു സംഭവം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. Can you show me Mark verse 20? Steve, could you sit here? And
മാർക്ക് 6:20, പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കിങ് ഹെറോദിനെ കുറിച്ചുള്ള ദൈവവചന പരാമർശമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കിങ് ഹെറോദിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം, പ്രൈസ് ദി ലോർഡ്, ആ രാജാവ് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് കേൾക്കുകയും ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് അറിയുകയും അദ്ദേഹത്തെ പഠിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന വചനം ഒന്ന് നോക്കിക്കേ. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞു, അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. ദൈവവചനം സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. ആരാണത്? കിങ് ഹെറോദ്. ദൈവവചനം ഒത്തിരി കേട്ടുപോന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഹല്ലേലൂയ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ, യോഹന്നാൻ സ്നാപകനെ വിളിച്ചിരുത്തി ആ ഫയറിംഗ് മെസ്സേജ്, ആ തീപ്പൊരി പ്രസംഗം ഈ മനുഷ്യൻ കേട്ടുകൊണ്ടിരുന്നു. അത് കേൾക്കുമ്പോഴൊക്കെ ഹൃദയം കലങ്ങുന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്. ഇന്ന് കിങ് ഹെറോദ് എവിടെയാ? എനിക്കൊരു കാര്യം ഉറപ്പാ, അദ്ദേഹം മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചിരുന്നെങ്കിൽ കിങ് ഹെറോദിനെ കുറിച്ച് വചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കറിയാം ഇന്നൊരു പക്ഷേ അയാൾ നിത്യ നരകത്തിലാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ വചനം കഴിഞ്ഞുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹെരോദാവിന്റെ ജനനോത്സവത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം എല്ലാ മഹത്തുക്കളെയും വലിയ പ്രമാണികളെയും ഒക്കെ വിളിച്ച്, മറ്റു രാജാക്കന്മാരെയും ഒക്കെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി. അവിടെ ശലോമിയുടെ ഡാൻസ്, നൃത്തങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു വശത്തിരുന്നു കൊണ്ട് ദൈവവചനം കേട്ട് സന്തോഷിക്കുക, ഒരു വശത്തിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ മനസ്സ് കലങ്ങി ഹല്ലേലൂയ സ്തോത്രം ദുഃഖത്തിന്റെ അനുഭവത്തിൽ വരിക. ഇതൊക്കെ എന്നെ കുറിച്ചാണ് പറയുന്നത്, ഇതൊക്കെ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, ഈ വചനം ദൈവമാണ് സംസാരിക്കുക, ഇതൊക്കെ അറിയിക്കുക. എന്നാൽ മറ്റൊരു സമയം ഹല്ലേലൂയ സ്തോത്രം ബെല്ലി ഡാൻസിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് അത് എൻജോയ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് അനേക ക്രിസ്ത്യൻസിനെ കുറിച്ച്, അനേക ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു പിക്ചർ ഇവിടെ കാണാൻ പറ്റുന്നത്. എന്താണെന്നറിയാമോ? ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവചനം സമൃദ്ധിയോടെ കേൾക്കുക, കണ്ണുനീരൊക്കെ ഒഴുക്കുക, ഹല്ലേലൂയ സ്തോത്രം പറയുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ എക്സ്റ്റേണൽ എക്സ്പ്രഷൻസ് കഴിഞ്ഞാൽ ഈ ദൈവവചനം എന്തോ വലിയ പ്രവൃത്തി നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഭ വിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഹല്ലേലൂയ സഭയിലിരുന്ന വ്യക്തിയല്ല അവിടെ കാണുന്ന വ്യക്തി, മറ്റൊരാളാണ്. എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാള്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെയും മാറ്റി വെക്കാതെ ഹല്ലേലൂയ സ്തോത്രം എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭയിലുണ്ടായിരുന്ന വ്യക്തി വേറെ, ഭവനത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കടന്നു പോകുന്ന വ്യക്തി വേറെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഇവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്. സോ ഇറ്റ് ഡസന്റ് മീൻ വെദർ യു ആർ എൻജോയിങ് ദ സെർമൺ ഓർ നോട്ട്. It will have no effect on you unless you cooperate with the work of God. Praise the Lord. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളോട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ഞാനും നിങ്ങളും കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് കർത്താവിന് എന്നിൽ ഒരു പ്രവൃത്തി നടക്കുവാൻ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ രാത്രികാലം അതുകൊണ്ട് ദൈവ പൈതലേ, ഹല്ലേലൂയ, എന്നിൽ കർത്താവേ നീ ഒരു വലിയ പ്രവൃത്തി ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് ഒരു പക്ഷേ we haven't even grown up to 2%. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രായം ഒന്ന് നോക്കിയാൽ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നുവെന്ന് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് തന്നിരിക്കുന്ന ആ പദ്ധതിയിൽ നമ്മൾ എത്ര പെർസെന്റേജ് വളർന്നു എന്ന് നമുക്കറിയില്ല, കർത്താവിന് മാത്രമേ അറിയൂ. ഇന്നത്തെ രാത്രി ആത്മാർത്ഥതയോടെ, പ്രൈസ് ദി ലോർഡ്, നുറുങ്ങിയ ഹൃദയത്തോടെ, സമർപ്പണത്തോടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് വലിയൊരു പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ സെർമൺസ് എൻജോയ് ചെയ്തേക്കാം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേക്കാം, ഈ കേട്ട വചനത്തെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ചേക്കാം, യൂട്യൂബിലോ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയയിലോ ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തേക്കാം. ഇതുകൊണ്ടൊന്നും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല unless we submit ourselves to the will of God. Praise the Lord. Hallelujah. പലരും ചിന്തിക്കുന്നുണ്ട്, പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ വചനങ്ങൾ അനേകർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ വചനം കൊണ്ട് ഒരു പ്രയോജനം അവർക്കുണ്ടായിട്ടില്ല. ഇന്നത്തെ രാത്രി ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആരും ആകാതിരിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിലെ ഭാഗത്തിലെ ദൈവവചനം ചിന്തിക്കുന്നതിന് വേണ്ടി ഞാൻ ആമുഖമായിട്ട് സംസാരിച്ചു എന്നേ ഉള്ളൂ. ദൈവവചനത്തിൽ നിന്ന് ഇന്നത്തെ രാത്രി കേൾക്കുവാൻ തക്കവണ്ണം ഒരു വചനഭാഗം എടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അതുമായി റിലേറ്റഡ് ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ടുള്ള സമയം കർത്താവിന്റെ ആത്മാവിൽ ദൈവവചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ഏൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ
15 വരെയുള്ള വാക്യങ്ങൾ. I'm going to read from Revelation chapter 20 verse 11 to 15. Praise the Lord. വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Praise the Lord. വളരെ സ്കേറി ആയിട്ടുള്ള ഒരു ദൈവവചന ഭാഗമായത്. ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ഏത് വ്യക്തികളും കടന്നു പോകേണ്ട ഒരു അനുഭവം ഇവിടെ എഴുതിയിരിക്കുന്നത്. If you are a human being, you have to go through this event in the near future. ഈ സംഭവത്തിലൂടെ, ഈ നടക്കുവാൻ പോകുന്ന പ്രവൃത്തിയിലൂടെ ഏത് മനുഷ്യനും കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഞാൻ ഈ വചനം മുഴുവനുമായിട്ട് എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 12ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു: മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതെ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്. Hallelujah. All those who were dead were standing before the great white throne of judgment, and the books were opened. പുസ്തകങ്ങൾ തുറന്നു. Praise the Lord. Hallelujah. സ്തോത്രം. ഈ പുസ്തകം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും കാണുവാൻ കഴിയാത്ത പുസ്തകങ്ങളാണ്. Praise the Lord. നമ്മുടെ മരണശേഷം മാത്രമേ ഈ പുസ്തകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ വേറൊരു പ്രത്യേകത ഈ പുസ്തകങ്ങൾക്കുണ്ട്. മരിച്ചതിന് ശേഷം ഈ പുസ്തകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ പുസ്തകത്തെ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കഴിയൂ. You understood what I say? Yes. You can see these books only when you die. But after your death, you can no way influence these books. When you are alive, still on the earth, hallelujah, you can influence this book. Praise the Lord. Hallelujah. പല പുസ്തകങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകങ്ങളെ കുറിച്ച് പറയുവാനല്ല നിൽക്കുന്നത്. കാരണം നമ്മുടെ മറ്റൊരു മെസ്സേജ് യൂട്യൂബിലുണ്ട്, ബുക്സ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ മെസ്സേജ് കേട്ടാൽ അതിനകത്ത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വിവിധ പുസ്തകങ്ങളെ കുറിച്ചും അതിന്റെ റെഫറൻസിനെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള ദൈവവചന പ്രബോധനങ്ങളെ കുറിച്ചും പരാമർശങ്ങളെ കുറിച്ചൊക്കെ ആ മെസ്സേജിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പല പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും, ജീവന്റെ പുസ്തകത്തെ കുറിച്ച് ഇവിടെ ഒരു പരാമർശമുണ്ട്. ഓർമ്മയുടെ പുസ്തകം എന്ന് പറഞ്ഞ മലാഖി പ്രവചനം 3-ാം അധ്യായത്തില് ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു പരാമർശമുണ്ട്. ബുക്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:6 എക്ലേസിയ സഭാപ്രസംഗി 12:14 എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പുസ്തകം ബുക്ക് ഓഫ് ലൈഫ് ആണ്, ജീവന്റെ പുസ്തകം. ഇവിടെ അവസാനം വായിച്ചു കേട്ടത്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. Hallelujah. Those people whose names are not written in the book of life will be cast into the lake of fire on that day. Praise the Lord. Book of life മറ്റു ബുക്കുകളും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ ബുക്കുകളും ബുക്ക് ഓഫ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആണ്. Praise the Lord. ബുക്ക് ഓഫ് ലൈഫിൽ നിന്ന് ഒരാളുടെ പേര് മായ്ക്കുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ബുക്കുകളിൽ നിന്നും പേര് മാഞ്ഞു പോകും. Praise the Lord. So it is that important. Praise God. Hallelujah. സ്തോത്രം. ഇത് വായിക്കുമ്പോഴേ, ഇത് പഠിക്കുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്തയുണ്ടായേക്കാം. Why some good people go to hell and why some wicked and bad people go to heaven? നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചോദിച്ച ചോദ്യം? എന്തുകൊണ്ട് ചില നല്ല മനുഷ്യർ നരകത്തിലേക്ക് പോകുന്നു, എന്തുകൊണ്ട് ചില മോശമായിട്ടുള്ള വിക്കഡായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യർ സ്വർഗത്തിലേക്ക് പോകുന്നു? പിന്നീടൊരു ചോദ്യം നമുക്ക് വന്നേക്കാം. What about those people who have never heard the gospel of Christ? ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാതെ അനേകായിരങ്ങളൊന്ന് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അനേകായിരങ്ങൾ ഈ ഭൂമി വിട്ടു പോയിട്ടുണ്ട്. പല ട്രൈബൽ ഏരിയകളില്, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒരിക്കൽ പോലും ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാത്ത അനേക വ്യക്തികൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. അനേക കോടികൾ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. What about their fate? They died without the gospel of Christ.
They died without salvation. What would happen to them at the great white throne of judgment? ഈ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ മരിച്ചവർ ആബാലവൃദ്ധം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ന്യായവിധി എന്താണ്? ഇത് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ ഇന്നത്തെ രാത്രി? അതിനെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Why some good people go to hell? The world believes that ദൈവത്തിന്റെ ന്യായവിധി ഗുഡ് ഡീഡ്സ് ആൻഡ് ബാഡ് ഡീഡ്സ് എന്നാണ്. ഗുഡ് ഡീഡ്സും നല്ല പ്രവർത്തികളും മോശമായിട്ടുള്ള പ്രവൃത്തികളും ദൈവം ഒരു വ്യക്തിയുടെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ അവരെ സ്വർഗത്തിലയക്കുകയും മോശമായ പ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ അവരെ നരകത്തിലേക്ക് വിടുമെന്നുള്ളതാണ് ഈ ലോകത്തിന്റെ പഠിപ്പിക്കുകയും മിക്കവാറുള്ള എല്ലാ റിലീജിയൻസും പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ രാത്രി കേൾക്കുവാൻ പോകുന്ന ചില തിരുവചന ഭാഗങ്ങൾ പ്രൈസ് ദി ലോർഡ് ശക്തമായിട്ട് നമ്മളോട് ഇടപെടുക മാത്രമല്ല, പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പലതും തെറ്റാണെന്ന് ഇന്നത്തെ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ പഠിപ്പിക്കും. ഒന്ന്, ഹല്ലേലൂയ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വെള്ള സിംഹാസനത്തെ കുറിച്ച് പറയുന്നു. Do you know who will be sitting on the great throne of judgment? ഹല്ലേലൂയ, സ്തോത്രം. ആ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ഓഫ് ജഡ്ജ്മെന്റ്, ആ വെള്ള സിംഹാസനത്തിൽ ന്യായാധിപതിയായി ജഡ്ജായിട്ടിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? ദൈവമാണോ? ആരായിരിക്കുന്നത് അവിടെ? യേശു ക്രിസ്തു. എവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ന്യായവിധി ഒന്നും ദൈവം ചെയ്യാതെ അതൊക്കെയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ജഡ്ജ്മെന്റ് ഈസ് ഗിവൺ. The authority of judgment is given unto the Son. Praise the Lord. Father is not going to involve in that. Praise the Lord. ഹല്ലേലൂയ. പിതാവ് അതിൽ ഇടപെടാതെ ന്യായവിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടോടെ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിലെ സകല ജനവും, അതിനകത്ത് രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തെ ത്രസിപ്പിച്ച് എൻജോയ് ചെയ്യിപ്പിച്ച സെലിബ്രിറ്റികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. The powerful man on the throne and the weak and the least important man on the street, all are there standing amongst the dead. Praise the Lord. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ന്യായാധിപതിയായിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഈ ലോകം കണ്ട് ഒരിക്കൽ ത്യജിച്ച മുൾമുടി ചൂടിയ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. മുൾമുടി ചൂടി മറ്റുള്ളവർ അടിച്ചപ്പോൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവാണ് അവിടെ ഇന്ന് ഹല്ലേലൂയ ന്യായാധിപതിയായിരിക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായം വിധിച്ച പീലാത്തോസ് യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാലമുണ്ട്. അവനെ ഹല്ലേലൂയ ഒറ്റിക്കൊടുത്ത കയ്യാഫും ഹന്നയും ഹല്ലേലൂയ അന്നത്തെ യഹൂദ മതമേധാവികൾ ഒക്കെയും നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ദൈവസഭയെയും ദൈവജനത്തെയും അപകീർത്തിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവസഭയെ പേഴ്സിക്യൂട്ട് ചെയ്യുന്ന സകല വ്യക്തികളും ഒരു നാളിൽ ഇവന്റെ മുൻപിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. തുപ്പിയവെങ്കിലേക്ക് അവൻ നോക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. കർത്താവിന്റെ ഹല്ലേലൂയ താടി രോമങ്ങൾ വലിച്ചു പറിച്ചവർ അന്ന് ഈ ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ക്രിസ്തുവാണ്, നമ്മുടെ കർത്താവും ദൈവവുമായത്, നമ്മെ വീണ്ടെടുത്തവൻ. ഹല്ലേലൂയ, സ്തോത്രം. നാം ആർക്കു വേണ്ടി കാത്തിരിക്കുന്നുവോ ആ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ വെള്ള സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. മരിച്ചവർ ആബാലവൃദ്ധം അവിടെ നിൽക്കും. ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള പഠിപ്പിക്കലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വിഭാഗം ക്രിസ്ത്യൻസ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, there will be 3 judgment seats. അവരതിന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നിന്ന്, from Matthew chapter 25, they just quote about a judgment seat where you know sheep and goats. ഹല്ലേലൂയ. ചെമ്മരിയാടിനെയും കോലാടുകളെയും വേർതിരിച്ചുകൊണ്ട് അവിടെ ഒരു ന്യായാധിപതി ഇരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറൊന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തില്, ഹല്ലേലൂയ, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഇൻക്ലൂഡിംഗ് പോൾ, അതായത് ദൈവമക്കൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ജഡ്ജ്മെന്റ് സീറ്റ്. അവിടെ ഹല്ലേലൂയ റിവാർഡുകൾ കൊടുക്കും. ഹല്ലേലൂയ. കർത്താവിനെ ഹല്ലേലൂയ സേവിച്ചവർക്കൊക്കെ പ്രതിഫലം കൊടുക്കുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 10-ാം വാക്യത്തിലും അതേ വാക്യം പറയുന്നുണ്ട്. അതൊന്ന്. മൂന്നാമത് പറയുന്ന ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മൂന്നായിട്ട് പഠിപ്പിക്കുന്നവരായിട്ടുണ്ട്. എന്നാൽ വളരെ വിശദമായിട്ട് ഈ ഭാഗത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? മരിച്ചവർ ആബാലവൃദ്ധം. ഇറ്റ്സ് ബിലീവേഴ്സ് ആൻഡ് അൺബിലീവേഴ്സ് ടുഗദർ. അത് മാത്രമല്ല, താഴെ എഴുതി വെച്ചിരിക്കുന്നു, ജീവന്റെ പുസ്തകം തുറന്നു. ജീവന്റെ പുസ്തകം തുറന്നെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആരുടെ പേരാ? വിശ്വാസികളുടെ പേരാ. അവരവിടെയുണ്ട്. ഏറ്റവും താഴെ എഴുതി വെച്ചിരിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. I believe personally this is the judgment seat.
This is the judgment seat where each one of us, every human being, will be examined, hallelujah, will be testified, hallelujah, and will be judged there. Praise the Lord. Of course, ദൈവമക്കളായി വരുമ്പോൾ ജീവന്റെ പുസ്തകത്തിലുള്ളവർക്ക് അത് കഴിഞ്ഞ് ഫർദർ ആയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം റിവാർഡ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായേക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് this is the final event in the history of human being where another hallelujah chapter starts with the eternity. Praise the Lord. മനുഷ്യകുലത്തിന്റെ ഹ്യൂമൻ റേസിന്റെ ഏറ്റവും അവസാനത്തെ ദിനമായിരിക്കും ഫൈനൽ ജഡ്ജ്മെന്റ് ബിഫോർ ദ ത്രോൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രികാലം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം ഈ വൈറ്റ് ത്രോണുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ത്രോണിന്റെ ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ലോകത്തിൽ നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച്, നമ്മൾ വഞ്ചിക്കപ്പെട്ടതിനെ കുറിച്ച്, നമ്മൾ വിശ്വസിച്ചത് ഏതൊക്കെ ശരിയായിരുന്നു ഏതൊക്കെ തെറ്റായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ ഒരു ഭാഗം, മനോഹരമായ ഒരു ഭാഗം പറയുന്നുണ്ട്. On what basis, how do the Lord evaluate the performance of human beings on the face of the earth? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏത് രീതിയിലാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്? On what basis he is evaluating the life of human beings on the face of the earth? Praise the Lord. ഈ ഭൂമുഖത്ത് ജനിച്ച ജീവിച്ച് മരിച്ച മനുഷ്യർ ഒന്നിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ന്യായാധിപതിയായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവർ ഏത് രീതിയിലാണ് അവരെ ഹല്ലേലൂയ സ്തോത്രം ഇവാലുവേറ്റ് ചെയ്യുവാൻ പോകുന്നത്, അവരെ ഹല്ലേലൂയ എക്സാമിൻ ചെയ്യുവാൻ പോകുന്നെന്ന് ദൈവവചനത്തിൽ ഒരു ഭാഗം വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ രാത്രി ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ആഗ്രഹിക്കുക. റോമൻസ് chapter 2. Praise the Lord. റോമർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ രക്ഷിക്കപ്പെടുമെന്നുള്ളതല്ല. ഹല്ലേലൂയ. Romans 2 doesn't say about how a person will be saved, but it talks about how a person is lost. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയതെന്നാണ് ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. റോമൻസ് 2 നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു വ്യക്തിക്ക് യേശുവിനെ കാണാമെന്നോ, എങ്ങനെ ഒരു വ്യക്തിക്ക് സാൽവേഷനിലേക്ക് വരാമെന്നോ അല്ല, പിന്നെയോ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സാൽവേഷൻ നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ദൈവിക പദ്ധതിയിൽ നിന്ന് ഒരു മനുഷ്യൻ മാറിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അറ്റ് ദ സെയിം ടൈം പ്രൈസ് ദി ലോർഡ്, these are not the principles of salvation. ഈ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്ന, ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, രക്ഷയുടെ സന്ദേശമല്ല എഴുതിയിരിക്കുന്നത്, രക്ഷയുടെ പ്രിൻസിപ്പിൾസ് അല്ല എഴുതിയിരിക്കുന്നത്. പിന്നെയോ ഇവിടെ എഴുതിയിരിക്കുന്നത് these are the principles of God's evaluation on human life. Praise the Lord. ദൈവത്തിന് മനുഷ്യരുടെ ജീവിതങ്ങളുടെ മേലുള്ള ഈവാലുവേഷൻ ആണ് ഹല്ലേലൂയ സ്തോത്രം, അവന്റെ എക്സാമിനേഷന്റെ ഹല്ലേലൂയ സ്തോത്രം മാതൃകയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ചുരുക്കം സമയം, മുന്നോട്ടുള്ള സമയങ്ങൾ ഈ വചനം ഒന്ന് പഠിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇത് പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്തെന്ന് പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. My brothers and my sisters, these days I can tell you one thing. People, even if they are called themselves believers, many of them cannot accept expositional preaching. Expositional preaching എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? യഥാർത്ഥ ദൈവവചനം. അത് കേൾക്കാൻ അനേകർക്ക് താല്പര്യമില്ല. കാരണം ഹല്ലേലൂയ, അതിനകത്ത് കഥകളൊന്നും പറയുന്നില്ല, അതിനകത്ത് തമാശകളൊന്നും പറയുന്നില്ല. He talks about serious things. He talks about the wrath of God. He talks about the second coming of Christ. He talks about repentance. ഇതൊന്നും കേട്ടാർക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കഥകളൊക്കെ പറഞ്ഞ് ജനത്തെ ചിരിപ്പിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷവുമുണ്ട്. Any time that final trumpet will be blown in the air. Praise the Lord. അന്തരീക്ഷത്തിൽ ഏത് നിമിഷവും അവസാനത്തെ കാഹളം മുഴങ്ങിയേക്കാം. Praise the Lord. ഇന്നത്തെ ദിവസം ഹല്ലേലൂയ ചിരിക്കുവാനും തമാശ പറയുവാനുമുള്ള ദിവസമല്ല, പിന്നെയോ
ഞാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെ എനിക്ക് ഒരുങ്ങുവാൻ കഴിയുമെന്ന് ഹല്ലേലൂയ കേൾക്കേണ്ട ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഞാൻ എത്ര അകന്നിരിക്കുന്നുവെന്ന് അറിയേണ്ട ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. അതുമല്ല, കർത്താവിന്റെ വചനത്തിലൂടെ അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ യഥാർത്ഥ മുഖം എന്തെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ ദൈവവചന ഭാഗം ഈ 2-ാമത്തെ അധ്യായം റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ we go through 7 sort of evaluations. 7 തരത്തിലുള്ള ഈവാലുവേഷൻസ് ആണ്. ഈവാലുവേഷൻ മലയാളത്തിൽ എന്തോ പറയുന്നത്? അസസ്മെന്റ്. എന്താ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? പുനരവലോകനം, പരിശോധന. പ്രൈസ് ദി ലോർഡ്. അവലോകനം, പരിശോധന. 7 തരത്തിലുള്ള പരിശോധനയാണ് ഒരു ഹ്യൂമൻ ലൈഫിന്റെ മേല് സ്വർഗത്തിലെ ദൈവം വെക്കുന്നത്. There are 7 types of evaluation that the Lord is going to do on a human life when he is standing before the throne of judgment seat of Christ. Praise the Lord. One, God will evaluate according to the truth as outlined in the Bible. ദൈവത്തിന്റെ വചനത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന സത്യം, പ്രൈസ് ദി ലോർഡ്, the truth, അതിന്റെ ബേസിലായിരിക്കും ഹല്ലേലൂയ സ്തോത്രം മനുഷ്യനെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ന്യായം വിധിക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. God's evaluation on the basis of the truth as outlined in the Bible. Praise the Lord. ഈ 3 വാക്യങ്ങൾ 1 മുതലുള്ള 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരസ്പരം താരതമ്യം ചെയ്യുന്ന ഒരു മനുഷ്യനെ. Praise the Lord. ഹല്ലേലൂയ. ഞാൻ നിന്നെക്കാൾ ബെറ്റർ ആണ്. കാരണം എന്തെന്നറിയാമോ? നീ ചെയ്യാത്ത പലതും ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നാം നമ്മുടെ പ്രവൃത്തികളെ തന്നെ ശോധന ചെയ്തിട്ട് we are examining ourselves and we are comparing our life with other people around us and come to a conclusion whereby we think that we are better than others. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ രാത്രി കേൾക്കണമേ ദൈവ പൈതലേ, എല്ലാവർക്കും പറ്റുന്ന വഞ്ചന ഇതാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെക്കാൾ പലതും ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം നീതിമാനായ വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ രാത്രി കേൾക്കണമേ ഹല്ലേലൂയ ദൈവമക്കളെ, ഇത് മനുഷ്യനെ കുറിച്ചുള്ള ധാരണയാണ്. എനിക്ക് എന്നെ കുറിച്ചുള്ള ധാരണയാണ്. ഇതിനകത്ത് എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ് ധാരണയെന്ന് ഹല്ലേലൂയ സ്തോത്രം ഒന്നും എങ്ങും എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ന്യായം വിധിക്കുമ്പോൾ when the Lord judges, he won't ask any other human beings. Let me tell you one thing, brother, my sister. You have been in the church for many months and probably years, but God won't ask me about you. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കമ്പയർ ചെയ്താലും, നമ്മൾ എത്രമാത്രം സോളി സാറ്റിസ്ഫാക്ഷൻ, സ്വയം തൃപ്തിയിൽ ദൈവത്തിന് വേണ്ടി പലതും ചെയ്തു എന്ന് ചിന്തിച്ചിരുന്നാലും ശരി, കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുവാനും നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കർത്താവ് അവലോകനം ചെയ്യുമ്പോൾ, അസസ് ചെയ്യുമ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനോടും ദൈവം ചോദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് ഒരൊറ്റ യാർഡ് സ്റ്റിക്കേ ഉള്ളൂ, ഒരൊറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ട്രൂത്ത് ഓഫ് ഹിം. അവൻ ദൈവവചനത്തിൽ തന്നിരിക്കുന്ന സത്യം. നിന്റെ ജീവിതവും ആ സത്യവും തമ്മിലാണ് കർത്താവ് കമ്പയർ ചെയ്യുന്നത്. ഹൗ ലോങ് ആൻഡ് ഹൗ ഫാർ ആൻഡ് ഹൗ മച്ച് യു ആർ ഹോണസ്റ്റ് വിത്ത് the truth outlined in the word of God. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളോട് നിന്റെ ജീവിതം എത്രമാത്രം പൊരുത്തപ്പെട്ടിരിക്കുന്നു, അത് മാത്രമാണ് ദൈവം ഹല്ലേലൂയ സ്തോത്രം നിന്റെയും എന്റെയും ജീവിതത്തിൽ അന്വേഷിക്കുന്നത്. കർത്താവ് നമ്മളോട് അനുസരിക്കണമെന്ന് പറഞ്ഞത്, കർത്താവ് നമ്മളോട് ഹല്ലേലൂയ മാറ്റണമെന്ന് പറഞ്ഞത്, കർത്താവ് നമ്മളോട് വിട്ടൊഴിയണമെന്ന് പറഞ്ഞത്, കർത്താവ് നമ്മളോട് അടുത്തു പോകരുതെന്ന് പറഞ്ഞത്, ഇത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ സത്യങ്ങൾ എത്രമാത്രം എന്റെയും നിന്റെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തു, അതുമാത്രമാണ് ദൈവം അന്നത്തെ ഹല്ലേലൂയ ദിവസം നോക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അല്ലാതെ മറ്റാരുടെയും സർട്ടിഫിക്കറ്റ് സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങൾക്കറിയാമോ, പിതാവിന്റെ സന്നിധിയിൽ ഒരു വാക്ക് പറയുവാൻ അധികാരമുള്ളവൻ ആര് മാത്രമാണെന്നറിയാമോ? യേശു കർത്താവ് മാത്രം. എന്തിനാ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ഭൂമിയിലുള്ളവരെ നീ പ്രസാദിപ്പിക്കുന്നത്? ഈ ഭൂമിയിൽ അവര് നീ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് അവാർഡുകൾ തന്നതുകൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? നിന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ യേശു മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വചനം, പ്രൈസ് ദി ലോർഡ്, ഇന്നത്തെ രാത്രി അത് ഏറ്റെടുക്കണമേ ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നീ നിൽക്കുമ്പോൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ ക്രിസ്തു നിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നീ എത്രമാത്രം അവിടുത്തെ വചനത്തോട് വിശ്വസ്തനായിരുന്നു.
നിന്റെ കയ്യിൽ അവൻ ഏൽപ്പിച്ച സത്യത്തോട് നീ എത്രമാത്രം അടുത്തിരുന്നു, അത് മാത്രമാണ് ഹല്ലേലൂയ സ്തോത്രം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ നോക്കുമ്പോൾ തിരിച്ചറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് 5-6-7 കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക. സെക്കൻഡ് പോയിന്റ്, God will evaluate according to his kindness. അവന്റെ ദയ എത്രമാത്രം നമ്മളുടെ മേൽ അവിടുന്ന് ചൊരിഞ്ഞു, അതിന്റെ ബേസിലാണ് കർത്താവ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അവൻ എത്രമാത്രം സത്യം തന്റെ വചനത്തിൽ നമ്മളോട് പറഞ്ഞു, ആ സത്യം നമ്മൾ എത്രമാത്രം ഏറ്റെടുത്തു, എത്രമാത്രം വിശ്വസ്തത കാണിച്ചു. അതൊന്ന്. രണ്ട്, ഹല്ലേലൂയ, God will evaluate according to his kindness. അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ ദയുണ്ടല്ലോ ജീവിതത്തിലെ പല അത് വചനത്തിൽ എഴുതിയിരിക്കുന്നത് റോമൻസ് 2:4. പ്രൈസ് ദി ലോർഡ്. 2 റോമർക്ക് 2:4. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഹല്ലേലൂയ സ്തോത്രം. റോമൻസ് ചാപ്റ്റർ 2:4. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാൻ പറ്റും God's judgment will be in proportion to the amount of kindness that God has poured out to the people during their times. Praise the Lord. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ദയയാണ് നമ്മുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. It is the Lord's mercy, it is the Lord's kindness which leads us to repentance. ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് എത്രമാത്രം ദയ കാണിച്ചു എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞു. ഏതൊക്കെ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ദയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ഇടയായി. When you look around, you see so many good people around you. Why are they good? Because the goodness of God is imputed on them. That is the only reason they look to be good and they appear to be good. പക്ഷേ God is so good with them for only one reason. God wants them to, hallelujah, get into where he wants them to go. Praise the Lord. ദൈവം അവരായിരിക്കുന്നിടത്ത് അവരായിത്തീരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ കരുണ അവരുടെ മേൽ കൊടുക്കുന്നത്. കാരണം അവന്റെ ദയ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. Praise the Lord. ദൈവത്തിന്റെ ദയയാണ് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മളോട് കാണിക്കുന്ന സകല കരുണയും ഒരേ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. എന്തിനാണെന്നറിയാമോ? അവന്റെ ദയയോർത്ത് നമ്മൾ മാനസാന്തരപ്പെടണം. അവന്റെ കരുണയോർത്ത് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളുടെ മേലും ദൈവം കഴിഞ്ഞ നാളുകളിൽ പകർന്ന കരുണ എത്രയാണെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായി. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര തവണ ദൈവം കരുണയുള്ളവനായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവന്റെ എത്രമാത്രം ഗുഡ്നസ് ഞാൻ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നോക്കിക്കേ, ഹല്ലേലൂയ, നമ്മുടെ മേൽ സ്വർഗം പകർന്ന കൈൻഡ്നസ്, അതിന് കണക്ക് സ്വർഗത്തിലുണ്ട്. അതിന് തിരിച്ച് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ on that basis our life will be evaluated. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന വചനം അതാ, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? Can you show me 2:4? Praise the Lord. Hallelujah. Or despise thou the riches of his goodness and forbearance and long suffering, not knowing that the goodness of God leads thee to repentance. Hallelujah. സ്തോത്രം. ദൈവം ചെയ്ത സകല കരുണകളും നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ്. ദൈവം കരുണ കാണിക്കുന്ന എന്തിനെന്നറിയാമോ? നിനക്ക് വീണ്ടും ഒരു അവസരം കൂടെ അവിടുന്ന് തരിക. എന്നെ കേൾക്കുന്ന ദൈവവേദരെ, കഴിഞ്ഞ നാളുകളിൽ നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാവുന്ന അവസ്ഥയിൽ അവൻ നിന്നെ മാറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. അനേകർ നിന്നെ നിന്ദിച്ചെടുത്ത് അവന്റെ കരം താണുവന്ന് നിന്നെ താങ്ങിയത് എന്തിനെന്നറിയാമോ? നിനക്ക് അവൻ വീണ്ടും അവസരം തരികയാണ്. മാനസാന്തരപ്പെട്ട്, ഹല്ലേലൂയ സ്തോത്രം, അവിടുത്തെ ഹിതത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ കരുണ നമ്മൾ ചെയ്ത ഏതോ പ്രവൃത്തികളുടെ മഹിമ കൊണ്ടാണ്. അല്ല, അവിടുന്ന് കരുണയുള്ളവനാണ്. തന്റെ സ്വഭാവത്തെ ത്യജിക്കുവാൻ തക്കവണ്ണം അവന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 5:45 പറയുന്നു, അവൻ നല്ലവരുടെ മേലും അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും തന്റെ മഴയെ അയക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ഗാഡ്. He sends his goodness to everyone. But he had only one desire in his heart. These people must come to repentance. Amen. Hallelujah. Stotram. Enne avaru snehikkanam. Praise the Lord. We have the habit of taking everything for granted. ദൈവം ചെയ്യുന്ന നന്മകളായിക്കൊള്ളട്ടെ, മറ്റുള്ളവർ ചെയ്യുന്ന നന്മകളായിക്കൊള്ളട്ടെ, അതൊക്കെ ഹല്ലേലൂയ സ്തോത്രം സ്വീകരിക്കാനല്ലാതെ
അതെന്തിനു വേണ്ടി എൻ്റെ പേര് ചൊരിയപ്പെടുന്നു എന്ന് ചിന്തിക്കുവാനുള്ള ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ചിന്തിക്കുവാൻ പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. The more he is showing goodness, some people reject it all the time. So how will we be evaluated? On this basis. How long did you reject his kindness? How long did you reject his kindness? That much long you will have to suffer for his wrath. Praise the Lord. എത്രമാത്രം അവന്റെ കരുണയിൽ നിന്ന് അകന്നു മാറിയോ. ഓരോ പ്രാവശ്യം അവൻ അവസരങ്ങൾ തരുമ്പോഴും ആ അവസരം എന്തെന്ന് മനസ്സിലാക്കാതെ അവന്റെ ഇവിടെ എഴുതിയിരിക്കുന്ന അവന്റെ ദീർഘശാന്തി, അവന്റെ കരുണയെ ഹല്ലേലൂയ സ്തോത്രം നിരസിക്കുന്നു, റിജക്ട് ചെയ്യുന്നു. On that basis we will be evaluated there. Number 3, God will evaluate according to his accumulated wrath. Praise the Lord. God will evaluate according to his accumulated wrath. Romans 2:5. Praise the Lord. Hallelujah. Romans 2:5. How do we read that? അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വെക്കുന്നു, കൂട്ടിവെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, but after thy hardness and impenitent heart treasures up unto thyself wrath against the day of wrath and the revelation of the righteous judgment of God. Praise the Lord. Each and every time we are neglecting and ignoring the truth. We are accumulating the wrath of God little by little. We are piling up the wrath of God. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ദയ നമ്മളിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ കരുണ വരുമ്പോൾ, അവൻ നമുക്ക് തരുന്ന സാഹചര്യങ്ങൾ തരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതൊക്കെ കേട്ടിട്ടും അതൊക്കെ അറിഞ്ഞിട്ടും ആ നന്മയൊക്കെ കാണുവാൻ തക്കവണ്ണം ഇടയാക്കിയിട്ടും നമ്മളതിന് ഓരോ പ്രാവശ്യം റിജക്ട് ചെയ്യുമ്പോഴും, ഓരോ നിമിഷം നമ്മൾ അത് വിട്ട് മുമ്പോട്ട് പോകുമ്പോഴും, ഓരോ ദിവസം തള്ളി നീക്കി പിന്നീടാകട്ടെ എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ കോപം ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ട്രഷർ അപ്പ് ചെയ്യുന്നതാണ്, കൂട്ടിവെക്കുന്നതാണ്, ചരദിച്ചു വെക്കുന്ന എന്തോ പൈലപ്പ് ചെയ്യുന്നു, കൂട്ടിവെക്കുന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ഈവാലുവേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദിസ്, how many times he spoke to us. ഇവിടെയിരിക്കുന്ന ദൈവമക്കളൊന്ന് ചിന്തിച്ചേ, കഴിഞ്ഞ കാലങ്ങളിൽ എത്ര പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പദ്ധതികളുണ്ടെന്ന് പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഏത് രീതിയിൽ കർത്താവിനോട് അടുക്കണമെന്ന് പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച്, നിന്റെ ജീവിതം കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും പ്രയോജനം ഉണ്ടാകുവാനുള്ള വഴികളെ കുറിച്ച് കഴിഞ്ഞ എത്ര നാളുകളിൽ ദൈവം സംസാരിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ചെയ്യാതെ വന്നപ്പോൾ, അതിനെയൊക്കെ നമ്മൾ റിജക്ട് ചെയ്തപ്പോൾ, നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയപ്പോൾ, ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും, a heart which is not repentant, a hardened heart. ദൈവം സംസാരിക്കുമ്പോൾ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് അത് കേട്ടില്ലെന്ന് നടിക്കുക. ആ ഓരോ സന്ദർഭങ്ങളിലും ഓർത്തേ ദൈവത്തിന്റെ കോപം സൂക്ഷിച്ചു വെക്കുക. എന്തിനാ? അന്ത്യനാളിലേക്ക്. ഇതെല്ലാം നമ്മളോട് ചോദിക്കാൻ തക്കവണ്ണം അവന്റെ പക്കലുണ്ട്. നമുക്ക് കാരണങ്ങൾ പലതും ഉണ്ടാകാം ദൈവമക്കളെ. കർത്താവ് ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടണമെങ്കിൽ അതിനുള്ള കൃപ തന്നിട്ടേ ആവശ്യപ്പെടുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടാൽ അതിനുള്ള കൃപ നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപ എപ്പോഴാണെന്നറിയാമോ തരുന്നത്? when we are taking the first step of obedience. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുവാൻ തക്കമുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ കൃപ വരും, രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ കൃപ വരും. കാരണം കൃപയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പലരും പറഞ്ഞെന്താണെന്നറിയാമോ? എനിക്കെല്ലാം ഫേവറബിൾ ആകാമെങ്കിൽ ഞാൻ പലതും ചെയ്യാം. എല്ലാം ഫേവറബിൾ ആയാൽ പിന്നെ കൃപയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇന്നത്തെ രാത്രി കേൾക്കണമേ, ഡോണ്ട് tempt your Lord. ദൈവത്തെ നമ്മൾ പരീക്ഷിക്കരുത്. ദൈവത്തെ നമ്മൾ പരീക്ഷിക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പ്രായം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന we all know how old we are. You put a plus sign there and put another 50 years there. Where will we be? Will we be on this earth? No. കൊച്ചു കുഞ്ഞുങ്ങൾ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, we will be still on the earth. Okay? Add another 80 years with that. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ ഇവിടെ കാണത്തില്ല. None of us will be here except maybe one little child or two. That's it. നമ്മൾ ആരും ഇവിടെ കാണത്തില്ല ദൈവമക്കളെ.
If you add 80 with your current age, present age, none of us will be here. മറ്റുള്ളവരെ നമ്മൾ പ്രസാദിപ്പിക്കുന്ന എത്ര വർഷത്തെ കൂടാ? 80 വർഷത്തെ കൂടാ. ദൈവത്തോട് മറുതലിക്കുന്ന എത്ര വർഷത്തെ കൂടാ? മാക്സിമം 80 വർഷത്തെ കൂടെ. ചിലരുടെ കേസിൽ 50 വർഷം, ചിലരുടെ കേസിൽ ഒരു ദിവസമായിരിക്കും. നാളെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. കർത്താവിനെ നമ്മൾ അവഗണിക്കുന്നത്, അവനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്, അവിടുത്തെ കരുണ കണ്ടില്ലെന്ന് നടിക്കുന്നത്, അവിടെ നമ്മളോട് പലപ്പോഴും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം മറന്നുവെന്ന് അഭിനയിക്കുന്നത് ഒക്കെ ചുരുക്കം ചില നാളിലേക്കാണ്. എന്നാൽ ഇന്നത്തെ രാത്രി വായിച്ചു കേട്ട ദൈവവചന ഭാഗം ഓർക്കണം, നമ്മളെല്ലാവരും ആ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. That is an absolute, it's an absolute statement. നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടതായി വരും. God will evaluate according to his accumulated wrath. Praise the Lord. മറന്നു പോകരുത്. നമ്മൾ എപ്പോഴും റിജക്ട് ചെയ്യുന്നുവോ, ഹല്ലേലൂയ സ്തോത്രം, അവന്റെ കോപത്തോടെ നമ്മൾ കൂട്ടിവെക്കുക. കോപത്തെ കുറിച്ച് പറയുമ്പോൾ അവസാന ഭാഗത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയാം. സ്നേഹിക്കുന്ന കർത്താവിന് കോപിക്കാൻ പറ്റുമോ? ദൈവവചനം പറഞ്ഞു തരാം. Praise the Lord. How a loveful God, a compassionate God, God will be angry with the people. I can tell you when I come to the last pages. Praise the Lord. Number 4, God will evaluate according to deeds. Romans chapter 2, 6 to 10. Praise the Lord. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ വാക്യങ്ങൾ എടുത്ത് പറഞ്ഞു പോകാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് സബ്ജക്ട് ഈസ് ബിറ്റ് ടഫ്. സെക്കൻഡ് തിങ്, വാക്യങ്ങളായിട്ട് പറഞ്ഞു പോകാൻ നമുക്ക് സമയം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. വാക്യങ്ങൾ പറഞ്ഞു പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഈ നോട്ട്സ് ഞാൻ ചെറുതായിട്ട് എഴുതി ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. God is going to evaluate us on the basis of the deeds. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനേകരുടെ ചിന്ത നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളും മോശമായ പ്രവൃത്തികളും തമ്മിൽ കർത്താവ് വേ ചെയ്യും. If your good deeds outweigh your bad deeds, you will be in heaven. That is what the teaching of many religions around us. That is the reason they are trying to do something good so that they can please God. ദൈവം അങ്ങനൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. ദൈവം ചെയ്യുന്ന എന്താ നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. The Lord will one by one he will call us there. That is what I believe. He will ask, Renji, come forward. ഞാൻ അവിടെ വരും. So I am coming there with lots of things on my head, thinking that I have done so much when I was living on the face of the earth down. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തെന്നും പറഞ്ഞാണ് ദൈവസന്നിധി ചെന്ന് നിൽക്കുന്നതെങ്കിൽ, if I am such type of a person who is boasting and who is glorying in my own work, what is going to happen, you know? കർത്താവിനെ വിളിച്ചിട്ട് പറയും, നീ ചെയ്ത നല്ല പ്രവൃത്തികളുടെ എല്ലാം റെക്കോർഡ് ഇവിടെയുണ്ട്, ബുക്ക് ഓഫ് റെക്കോർഡ്സിലുണ്ട്. അതെല്ലാം കൂടെ ഒരു വശത്ത് വെച്ചിട്ട് മറുവശത്ത് യേശുവിനെ നിർത്തും. യേശു ചെയ്ത നല്ല പ്രവൃത്തികളെ വയ്ക്കും. യേശു ചെയ്ത നല്ല പ്രവൃത്തികൾ നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? What Jesus did when he was a man on the earth. My good works will not be compared with my bad works, but my good work will be compared with the good works of Jesus as a man. Because I am a man, he was a man. You tell me, can I ever outweigh the good works of Jesus? He healed many sick. He did so many good things to many. He was so wonderful, compassionate. He fed many people. He comforted many people. He raised up many dead. Finally, he died for the sins of the whole world. അവൻ ചെയ്ത ആ നല്ല പ്രവർത്തികളെ ഔട്ട്വേ ചെയ്യുവാൻ ഈ ഭൂമിയിൽ ഏത് മനുഷ്യന് കഴിയും? എന്റെ പ്രവർത്തികൾ കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കുമെന്ന് പറഞ്ഞാൽ തന്റെ പുത്രൻ ചെയ്ത പ്രവൃത്തിയേക്കാൾ അപ്പുറം വേറെ ആരെങ്കിലും ഉണ്ടോ? That is why Jesus was kept as a standard. That is why Jesus is kept as a standard. Praise the Lord. കർത്താവിന്റെ കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈൻഡ്നസ് അല്ല. None of us can glory before God with our goodness. Praise the Lord. മുമ്പേ വായിച്ചു കേട്ട വചനഭാഗത്തിൽ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-45 വാക്യത്തിൽ പറയുന്നു, അവൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും, അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും. ഇവിടെ മഴ പെയ്യിക്കുമ്പോൾ only children of God മാത്രമാണ് മഴ കിട്ടുന്നത്. ദൈവത്തെ പുച്ഛിക്കുന്നവർക്കും മഴ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ വെതർ വരുന്നത്, the Lord is permitting good weather only for the children of God? No, it is for all, because God is so kind. Compare your goodness with the goodness of God. Where will you stand?
അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 6 വാക്യത്തിൽ പറയുന്നത്, നിന്റെ നീതി പ്രവൃത്തികളൊക്കെയും എന്റെ മുമ്പിൽ കറ പുരണ്ട വസ്ത്രം പോലെയാണ്. All your good deeds are as good as a filthy rag before me. No man can ever glory before God with his works. No man can boast before God with his works, because none can please God. God is so pure, God is so holy, and he is living in holies of holiness. Praise the Lord. ഈ പാപമെല്ലാം കൂടെ സ്വർഗത്ത് കൊണ്ടുവന്ന സ്വർഗം പൊട്ടിത്തെറിക്കും. കാരണം it is the praise of holiness. അതിൽ ഇയ്യോബിന്റെ പുസ്തകം 15:15 പറയുന്നത് എന്താണെന്നറിയാമോ? You know what is read in 15th chapter of Job verse 15. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. Can you show me that verse on the screen, please? Job 15:15. Praise the Lord. സ്വർഗം പോലും തൃക്കണ്ണിന് മലിനമാണ്, നിർമ്മലമല്ല. Praise the Lord. Hallelujah. സ്തോത്രം. Heaven is the purest place on the face of the earth. ഇവിടെ നോക്കിയേ. Behold, he puts no trust in his saints. Yeah, the heavens are not clean in his sight. Heaven is not even clean in his sight. Think about you and me. That is the standard of God. Amen. Tell me, which man on the face of the earth can go before God on the throne, before the seat of Christ, and say that I have done something good there? This is what it is. No one can praise God without Christ. Amen. നമ്മളെല്ലാം അവിടെ ചെല്ലുന്നത് നമ്മുടെ നീതി പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ because of our faith in Christ Jesus. Amen. Because we have submitted to the work of God with the program of God, program of reconciliation through Jesus Christ. ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നത് എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നേ ഞാൻ പറയൂ, ഞാൻ യേശുവിന്റെ പുറകിലേ നിൽക്കത്തുള്ളൂ. ഇന്ന് ഭൂമിയിൽ നിൽക്കുന്നതും അങ്ങനെ തന്നെ യേശുവിന്റെ പുറകിലാണ്. കാരണം എൻ്റെ മുമ്പിൽ യേശു. സഹോദരങ്ങളെ, നമ്മുടെ ഒക്കെ മുമ്പിൽ നിൽക്കേണ്ടത് കർത്താവ് മാത്രമാണ്. നമ്മളെല്ലാം നിൽക്കുന്നത് കർത്താവിന്റെ പുറകിലാണ്. കാരണം കർത്താവിന്റെ നീതിയാണ്. The righteousness of Christ is imputed and imparted on us. We are justified through Christ, not by our works. Praise the Lord. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ തവണ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. റോമൻസ് 3 നമുക്കത് പഠിക്കാം. 3, 4, 5, 6, 7 അധ്യായങ്ങളൊക്കെ നമുക്ക് ശ്രേഷ്ഠമായ വണ്ണം ദൈവവചനം എഴുതി വെച്ചിരിക്കുക. അവിടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ 64:6 പറഞ്ഞല്ലോ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. സ്തോത്രം. നമ്പർ 5, God will evaluate without playing favoritism, without being partial with anybody. ആരെയും, പ്രൈസ് ദി ലോർഡ്, ആരെയും മുഖപക്ഷം കൂടാതെ, ആരെയും പ്രത്യേകിച്ച് ഉയർത്താതെ, ഒരാളോട് മുഖപക്ഷം കാണിക്കാതെയാണ് അവൻ ഇവാലുവേറ്റ് ചെയ്തത്. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ചിലർക്കൊരു ചിന്തയുണ്ട്, എൻ്റെ വീട്ടിലുള്ളതെല്ലാം പാസ്റ്റർമാരാണ്, അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമെന്ന്. ചിലർക്കൊരു ചിന്തയുണ്ട്, ഞാൻ ബിലീവേഴ്സിന്റെ വീട്ടിലാണ് ജനിച്ചത്, ഞാൻ ജനിച്ചപ്പോഴേ പെന്തിക്കോസുകാരനായിരുന്നു, ജനിച്ചപ്പോഴേ ബ്രദറൻകാരനായിരുന്നു, ജനിച്ചപ്പോഴേ അതായിരുന്നു ഇതായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തും. കർത്താവ് ആരോടും ഫേവററ്റിസം കാണിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. റോമർ 2:11 റെഫറൻസ്. പ്രൈസ് ദി ലോർഡ്. He is impartial. Praise the Lord. 2:11 എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. അതുപോലെ തന്നെ ആക്ട്സ് 10:34, അപ്പോസ്തല പ്രവൃത്തി 10:34 പറയുന്നത് He is no respecter of any person. Praise the Lord. Hallelujah. സ്തോത്രം. ദൈവത്തിന്റെ കണ്ണ് എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ്. God's eye see everyone equally. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, if you are standing on a 10-story building on top there, if you look down on a street, onto a street, നമുക്കറിയാം ഒരു സ്ട്രീറ്റിലൂടെ, എസ്പെഷ്യലി നമ്മുടെ കാർഡിഫ് പിന്നെ സിറ്റി സെന്ററിലൊക്കെ പോയെങ്കിൽ hundreds of people are moving here and there and here and there. ചിലർ 6 അടി 5 ഇഞ്ച്, maybe someone is 6 feet 2 inch, maybe someone is 3 feet 5 inch, maybe someone is 5 feet 4 inch. Different sizes and different colors, different education, different wealth, different type of influence. So many different types of people are moving around and there. Standing on the top of a 10-story building, if you look down to the street, could you say who is tall and who is short?
Could you say which is white and which is black and what is brown? Can you say who is qualified and who is not qualified? Can you say who is godly and who is ungodly? You will say all are equal. ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്നാൽ ആള് താഴെ ഇറങ്ങി വന്ന് താഴെ നിന്ന് നോക്കിക്കേ. How would you see those people? You will see those people differently. There are tall people, there are short people. There are white people, there are black people, there are brown people. Hallelujah. There are well-dressed people, there are, cleanly dressed people. And there could be decent people, there could be indecent people. Different type of people. This is what about God's view and man's view. When God looks down on earth, He will have no favoritism with anybody. Everyone is equal. Whether you are born as a son of a pastor, or whether you are born in a family which is totally committed to the Lord, or maybe a missionary family, and whether you are born to a prostitute, it doesn't make a difference before the eyes of the Lord. കർത്താവ് ഒരൊറ്റ സ്റ്റാൻഡേർഡേ വെച്ചിട്ടുള്ളൂ. ആര് തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നുവോ അവൻ നീതീകരിക്കപ്പെടും. Whether you are a Muslim, whether you are a Hindu, whether you are a Buddhist, or whether you are a nominal Christian, or whether you are a pastor's son, doesn't matter. Are you willing to submit to the Lord? Are you ready to accept Jesus Christ as your Savior? Will you put your trust completely in the Lord? You will be saved. അതാ കർത്താവ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 മനോഹരമായ വാക്യം പറയുന്നത്. എന്താ പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that He gave His only begotten Son, so that whoever believes in Him shall not perish but will have eternal life. Only one standard for everybody. Amen. But are you willing to accept my Son? Are you willing to be justified through faith in my Son? Are you willing to give up all your boasting, glorification and everything? നിന്റെ ക്വാളിറ്റി എല്ലാം കളഞ്ഞിട്ട്, നിന്റെ നന്മകളെല്ലാം കളഞ്ഞിട്ട്, ഞാൻ ഹല്ലേലൂയ ഒന്നുമല്ലെന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുവാൻ നീ തയ്യാറാണോ? You will be saved. Amen. Praise the Lord. നമ്മൾ ഓർത്ത് നോക്കണം, നാട്ടിലെ പാസിംഗ് റേറ്റ് കൂട്ടാൻ വേണ്ടി മോഡറേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അല്ലേ? നമുക്ക് 40% മാർക്ക് വേണമെന്ന് വെച്ചു. പ്രൈസ് ദി ലോർഡ്. 40% മാർക്ക് വേണമെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരാൾക്ക് 35 കിട്ടിയിട്ടുള്ള ഒരാൾക്ക് 39 കിട്ടി, ഒരാൾക്ക് 1 മാർക്ക് കിട്ടി, ഒരാൾക്ക് 10 മാർക്ക് കിട്ടി. 4 പേരെയും കൂടെ വിളിച്ചിട്ട് എക്സാമിനർ പറഞ്ഞു, all are under 40. What I am going to do is, if you want to say that you are nothing, if you accept that you are a failure, if you accept that you are equal with everybody, I mean all those 4 are equal, I am going to give you 40 marks and I will get you passed. The one who got 1 mark, he had nothing to lose. He said, I am ready. The one who got 39 marks, he had something in his head. He looked down onto this man, 1 mark. He thought, how can I compare myself with this one man, 1 mark? You understood? Yes. Pride comes there. Those men, the ones who said, I have only 1 mark, I am willing, I'm nothing. I am ready to accept nothing and I will accept the grace. The one who got 10 marks, he also said, I can't make it 40 because another 30 is needed. Both of them came forward and they said, yes sir, we submit to you, give me 40 and let us get past. The one who got 39, he has got full of pride. He doesn't want to be counted with them. He thought he is something better than them. What he said? Not that willfully. He said, okay, if you don't mind, otherwise give me another chance, I will get passed by myself. This is what between grace and work. How many of us are here who can admit the fact before God that, Lord, no matter how much I try, I cannot come to a pass mark which you have set. അങ്ങ് വെച്ചിരിക്കുന്ന പാസ് മാർക്കിൽ അവിടെ എത്താൻ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചാലും കഴിയില്ലെന്ന് ആരിതിന്റെ മധ്യത്തിൽ പറയുന്നുവോ അവർക്ക് 100% ഗ്രേസ് മാർക്ക് കൊടുത്ത് കർത്താവ് കയറ്റിവിടും. പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ നീതീകരിക്കുവാൻ ആര് ശ്രമിക്കുന്നുവോ അവർ കർത്താവിന്റെ സന്നിധിയിൽ എത്തത്തില്ല.
they are the so-called good people in this world. Have you understood why good people are in hell? Because they were boasting on their own works. Hallelujah, സ്തോത്രം. ഇന്നത്തെ രാത്രി കേൾക്കണമേ ദൈവ പൈതലേ, what we need is the grace from God. What we need is the grace from God through His Son Jesus Christ. Praise the Lord. Hallelujah, സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകുകയാ. Praise God. Jesus Christ is the standard. No matter where you are born, no matter how many years you have wasted in your life, no matter how much you have rebelled with God, no matter what sort of a worst sinner you are, doesn't matter. At this very moment, if you are willing to accept the grace of God through His Son Jesus Christ, you can pass. You can pass before the seat of Christ. Hallelujah. കാരണം സ്വർഗ്ഗം ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏക സ്റ്റാൻഡേർഡ് തന്റെ പുത്രനാണ്. Praise the Lord. Hallelujah. Praise God. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Praise God. Number 6. God will evaluate according to how well we have lived up to the light that we received. God will evaluate according to how well we have lived up to the light that we received. അത് എഴുതിയിരിക്കുന്ന വേഴ്സസ് എവിടെയാണെന്ന് ചോദിച്ചാൽ number 2 verse 13, from 13 to 15. Romans chapter 2 verse 13 to 15. Praise the Lord. നമുക്ക് ലഭിച്ച വെളിച്ചത്തോട്, praise the Lord, hallelujah, നമ്മൾ എത്രമാത്രം നീതി പുലർത്തി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ദൈവം തന്റെ ന്യായാധിപ സീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളെ വിധിക്കുന്നത്. നമുക്കറിയാമോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ലൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ശരിയെന്ന് ചിന്തിക്കുന്ന പലതും ഒരുപക്ഷെ നിങ്ങൾ തെറ്റാണെന്ന് ചിന്തിക്കും. നിങ്ങൾ ശരിയെന്ന് പറയുന്ന പലതും എൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നും. കാരണം എന്നാണെന്നറിയാമോ, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവിക വെളിച്ചം വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ദൈവം പാർഷ്യലാണെന്നാണോ? അല്ല. ഞാൻ കൂടുതൽ വെളിച്ചത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധി യാചിച്ചു, കരഞ്ഞു, കർത്താവ് എനിക്ക് കൂടുതൽ വെളിച്ചം തന്നു. നിങ്ങൾ അത്രയും കരഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ല. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സഹോദരൻ എന്നേക്കാൾ കൂടുതൽ കർത്താവിന്റെ സന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുവാനും തന്നെ തന്നെ ഡിനൈ ചെയ്യുവാനും അതിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് വിൽഫുള്ളായിട്ട് താണുകൊടുക്കുവാനും തയ്യാറായപ്പോൾ എനിക്ക് തന്ന വെളിച്ചത്തേക്കാൾ കൂടുതൽ ആ സഹോദരന് കൊടുത്തു. So we all get different levels of light from God. Now God is evaluating our life with the light that we receive. You understood what I said? There are two types of people. Those who have heard the gospel and those who haven't heard the gospel. ഈ ഭൂമിയിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് സുവിശേഷം കേട്ട വ്യക്തികൾ, രണ്ട് സുവിശേഷം കേൾക്കാത്ത വ്യക്തികൾ. ഇന്ത്യയിൽ സുവിശേഷം കേൾക്കാത്തവർ ഇപ്പൊ ജീവിക്കുന്നുണ്ടോ? എത്രയോ പേരുണ്ട്. വില്ലേജുകൾ, some remote places, some forest areas, some tribal areas, there are still people who have never heard of Jesus, who have never heard about Bible, who They don't understand anything of this. There are still people living on the face of the earth who haven't heard the gospel. ഒരു കർത്താവിന്റെ ദാസൻ ഒരിക്കൽ പറയുകയുണ്ടായി, we all are talking about the second coming of Christ, but there are people, more than half of the people in the world haven't heard about the first coming of God, first coming of Jesus yet. Praise the Lord. അപ്പോൾ ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. സുവിശേഷം കേട്ടവരും സുവിശേഷം കേൾക്കാത്തവരും. ഇവരെ രണ്ടുപേരെയും ന്യായം വിധിക്കുന്നത് ദൈവം ഒരുപോലെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം അനുസരിച്ച്. സുവിശേഷം കേട്ടവരെ കുറിച്ച് അറിയാം, ദൈവത്തിന്റെ വചനം കൊണ്ട് അവരെ ന്യായം വിധിക്കും. Whether they have accepted His Son Jesus Christ or not, on that basis they will be judged. Praise the Lord. Hallelujah. എന്നാൽ some people they haven't heard gospel yet. സുവിശേഷം കേൾക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട് ഈ ഭൂമിയിൽ. ട്രൈബൽസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവർ സുവിശേഷം കേൾക്കാതെ മരിച്ചു പോയത് കൊണ്ട് അവർക്ക് സാൽവേഷൻ ഇല്ലെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞവരെ നരകത്തിൽ വിടുമോ ദൈവം? എന്ത് ചെയ്യും അവർക്ക് വേണ്ടി? ആ വാക്യമാണ് ഇവിടെ 14-15 വാക്യങ്ങൾ. Can somebody read that? 14 and 15. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഒരു പിടിയും കിട്ടത്തില്ല മലയാളം വായിച്ചു കഴിഞ്ഞാൽ, അല്ലേ? ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. Can you show me 14?
For when the Gentiles is talking about those who haven't heard the Lord yet. അല്ലാതുള്ള ജാതികൾ, there are so many Gentiles and heathen people on the face of the earth. They have heard Jesus enough, but they are rebelling. I'm not talking about them. This is talking about the people who haven't heard Jesus even for the first time. For the Gentiles which have known the law. Law means pramanam, Bible, Vachanam. Praise the Lord. Do by nature the things contained in the law, these having known the law are a law unto themselves. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, there are people in the world who haven't heard about the word of God, who haven't heard about Jesus, but they have in their heart written the law of God. That is called conscience, മനസ്സാക്ഷി. അവർ കർത്താവിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല, പക്ഷേ അവരിൽ പലരും കരുണയുള്ളവരാ, അവരിൽ പലരും ദയയുള്ളവരാ. ന്യായപ്രമാണത്തിൽ, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് അവർക്കറിയില്ല, പക്ഷേ സ്റ്റിൽ അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക്? ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പലതും ന്യായപ്രമാണമില്ലാത്ത വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അതവർക്ക് ന്യായപ്രമാണമായി മാറുന്നു. അതായത് അവരുടെ മനസ്സാക്ഷി അവർക്കൊരു ന്യായപ്രമാണമായി മാറുന്നു. അതാ അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം 15 എന്ന് വായിച്ചേ. Which show the work of the law written in their hearts, their conscience also bearing witness, and their thoughts the meanwhile accusing or else excusing one another. Praise the Lord. ഇതിന്റെ അർത്ഥം അവർ മനസ്സാക്ഷിക്ക് കീഴ്പ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ? കാരണം ദൈവം ന്യായപ്രമാണമില്ലാത്ത വ്യക്തികളോട് ദൈവം സംസാരിക്കുന്നത് അവരുടെ മനസ്സാക്ഷിയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം ഇല്ലാത്തവരോട് ദൈവം സംസാരിക്കുന്നത് അവരുടെ മനസ്സാക്ഷിയോടാണ്. നിങ്ങൾക്കറിയാമോ, ഈ ആമസോൺ വനാന്തരങ്ങളിലോ അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഏതെങ്കിലും ദൂരെ സംസ്കാരമില്ലാത്ത അൺസിവിലൈസ്ഡ് ആൻഡ് ബാർബേറിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ളവരുടെയൊക്കെ ഏരിയകളിൽ ചെല്ലെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, അവർ ദേ ബിലീവ് ഇൻ എ പവർ. അവർ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്, ഒരു അജ്ഞാത ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഏതെങ്കിലും പാറക്കെട്ടിന്റെ മണ്ടയ്ക്ക് ഒരു കല്ലെടുത്ത് വെക്കുകയോ ഏതെങ്കിലും വലിയൊരു മരത്തിന്റെ ചുവട്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് അവരതിനെ ആരാധിക്കും, thinking that there is God. There is God. They all have a fear in their heart towards God. They haven't known about God. Nobody told them about God. They haven't seen God. But in their heart, there is a feeling that there is someone called God who is protecting them, who is taking care of them, who is providing them. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അങ്ങനെ? അതെങ്ങനെയാണ് അവരുടെ ഹൃദയത്തിനുള്ളിൽ ആ നോളജ് വന്നത്? Because it is inbuilt. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒരു മനസ്സാക്ഷി ദൈവം കൊടുത്തിട്ടുണ്ട്, ഒരു കോൺഷ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കരുണയുള്ള എത്രയോ മനുഷ്യരുണ്ട്, അതേസമയം എത്രയോ ക്രൂരന്മാരായിട്ടുള്ളവരുണ്ട്, വിക്കഡായിട്ടുള്ളവരുണ്ട്. ഹൗ എ പേഴ്സൺ ക്യാൻ ബിക്കം വിക്കഡ് ആൻഡ് ക്രൂവൽ വെൻ ഹി ഡസന്റ് ലിസൺ ടു ഹിസ് കോൺഷ്യൻസ്. നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നത് കേൾക്കാതെ ചെയ്യുമ്പോഴാണ് ആൾ വിക്കഡായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ, സുവിശേഷം കേൾക്കാത്തവര്, ഈ മരിച്ചിരിക്കുന്ന ആബാലവൃത്തം ജനത്തിന്റെ മധ്യത്തിൽ വരുമ്പോൾ അവരെ ദൈവം ന്യായം വിധിക്കുന്നത് ഈ വചനം വെച്ചല്ല, പിന്നെയോ അവരുടെ കോൺഷ്യൻസ് വെച്ചാണ്. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്കത് മനസ്സിലായല്ലോ? ഈ വചനം മറക്കാതെ കൈവച്ചാൽ. ചിലർ ചോദിക്കും, സുവിശേഷം കേൾക്കാത്തവരെങ്ങനെ ദൈവസന്നിധി നിൽക്കുന്നത്? അവർക്കുള്ള വചനം അവ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ന്യായപ്രമാണമില്ലാത്തവർക്ക് their conscience become a law for them. So they will be judged according to what the Lord has spoken to them through their conscience, whether they submitted to it or not. That is what it is. Praise the Lord. After all, they don't boast about what they are doing like we people do. Hallelujah. കാരണം അവർക്കതൊന്നും അറിയില്ല, അവർക്ക് പ്രമാണങ്ങളൊന്നും അറിയില്ല. Praise God. Hallelujah. സ്തോത്രം. Hallelujah. അത് മാത്രമല്ല, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 12:48, unto whomsoever much is given, of him shall be much required. അധികം കൊടുത്തിരിക്കുന്നവരോട് അധികമായി ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, Lord knows how much you got from him. Lord knows how much word you know very well. Lord knows how much you have been preaching and praying, how much you are sharing the word with others. The Lord is looking into your life whether you are faithful to the word that you are speaking. അതാ പറഞ്ഞത്, അധികം കൊടുത്തിരിക്കുന്നതിനോട് ദൈവം അധികമായിട്ട് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ദൈവസന്നിധിയിൽ എത്രമാത്രം വലുതാണെന്ന് ഓർത്തേ.
ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും കർത്താവിനോട് പറയും, കർത്താവേ കൂടുതൽ വചനം എന്നോട് പ്രസംഗിക്കണമേ, കൂടുതൽ വചനം എന്നെ പഠിപ്പിക്കണമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ റിമെമ്പർ വൺ തിങ്, when the Lord speak more to us, when the Lord reveals things more to us, we become more accountable to him in obedience. കൂടുതൽ അനുസരിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ വിധിക്കപ്പെട്ടവരാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. The question is, are we living up to what we know? നമുക്കറിയാവുന്ന വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മൾ പരസ്പരം ജഡ്ജ് ചെയ്യേണ്ട കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ ബ്രദറിനോട് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടിയ വെളിച്ചമനുസരിച്ച് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ ന്യായവിധിയുടെ സമയത്ത് കർത്താവ് പറയും, നിനക്ക് എന്താ വെളിച്ചം തരാഞ്ഞെന്ന് ചോദിച്ചാൽ നിനക്ക് അതിന് ആവശ്യമില്ലായിരുന്നു. ചിലരില്ലയോ രാത്രി നടക്കാൻ പോകുമ്പോൾ ചിലർ ടോർച്ച് കൊണ്ടുപോകും, ചിലരുടെ ടോർച്ചൊന്നും വേണ്ട. നാട്ടിലൊക്കെ നമുക്കറിയാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ രാത്രി പോകുമ്പോൾ വീട്ടിൽ നിന്ന് പറയും, എന്തെങ്കിലും അന്ന് ചിലപ്പോൾ ടോർച്ച് വീട്ടിൽ കാണത്തില്ല, മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പോകാൻ പറയും. ചിരട്ടയ്ക്കകത്തൊക്കെ അതൊന്നും കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കും അറിയാമോ എന്ന് അറിയത്തില്ല. കാരണം UK വന്നപ്പോൾ ചിലപ്പോൾ അതൊക്കെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാ ചെറുപ്പത്തിലൊക്കെ. ഒരു ചിരട്ട എന്ന് പറഞ്ഞ സാധനം അറിയാമോ? വാട്ട് ഇറ്റ് ഈസ് ദി ഔട്ടർ ഷെൽ ഓഫ് കോക്കനട്ട്. പ്രൈസ് ദി ലോർഡ്. അത് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മെഴുകുതിരി വെച്ചുകൊണ്ട് പോകും. എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും അപകടം മുന്നിലുണ്ടെങ്കിൽ, വല്ല സ്നേക്കോ വല്ല ഗട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉരുണ്ട് വീഴാതെ പോകാനാണ്. ചിലരെന്ത് ചെയ്യുന്നറിയാം, ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വഴി അറിയാം. പക്ഷെ തിരിച്ചു വരുമ്പോൾ പല്ല് കാണത്തില്ല, പെയിന്റ് കാണത്തില്ല. എങ്ങനെയാണ് വരുന്നത്? ബിക്കോസ് ഐ ഇഗ്നോർ ദ വാർണിംഗ്. Why do you get more light from God? Because only when you ask. Because otherwise you say that I don't need your light because I know it. It's not a big thing. I know how to live. I don't need a light from God. This is exactly what happens. So don't think that I haven't got light so I can live the way I want. No. Oh, this brother got light, this sister got light, and I don't have that light. My brother, you don't have that light because you didn't ask Lord. ഇന്നത്തെ രാത്രിക്കാരൻ, കർത്താവേ, ഈ ജന്മം കൊണ്ട്, ഈ ജീവിതം കൊണ്ട് ഞാൻ എന്തറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? I want that much. Amen. If you want me to grow up to this level, I want to grow up to this level because I don't want to have a regret when I stand before your throne. Amen. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയാം, റജി, എനിക്ക് നിന്നെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഭൂമി ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ you were not available. You were not willing to submit to me. You were not willing to cooperate with me. My brothers and my sisters, I don't want to hear that from God because I have wasted so many years in the past. Each day of my life is today valuable to me. Amen. Hallelujah. ഇന്നത്തെ രാത്രികാലം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കാം. Let us come to the final point. Point number 7. Amen. God will evaluate according to the inner secrets of the heart. Romans 2:16. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. Praise the Lord. Amen. Amazing. We got to be very, very, very serious about this. Amen. Can you show me that on the screen, please? Yeah. In the day when God shall judge the secrets of men by Jesus Christ according to my gospel. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം ഇവിടെ ഇരുന്നുകൊണ്ട് മെസ്സേജ് കേൾക്കുമ്പോഴും പലരും ചിന്തിക്കുന്നത് മറ്റു പലതുമൊക്കെയാണ്. ഫേസ് ഇവിടെ ഇരിപ്പുണ്ട്, ആളിവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ പോകുന്ന കാര്യവും ചിലപ്പം ഇപ്പോൾ ഈ സമയത്ത് മാർസിൽ എന്തുവാ നടക്കുന്നത്, മൂണിൽ എന്തുവാ നടക്കുന്നത്, അതൊക്കെ ആയിരിക്കും നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. God knows the hearts of people. നമ്മുടെ ഹൃദയത്തിന്റെ സകല രഹസ്യങ്ങളും വെളിപ്പെടുന്ന ഒരു നാളുണ്ട്. നമ്മുടെ എല്ലാ സീക്രട്ട് മോട്ടീവ്സും എക്സ്പോസ് ചെയ്യുന്ന നാളുണ്ട്. ആരും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് കുഴിച്ചിട്ട രഹസ്യങ്ങളുണ്ടല്ലോ, അതൊക്കെയും എക്സ്പോസ് ചെയ്യുന്ന ഒരു നാളുണ്ട്. Every secrets, every sins, every transgressions will be exposed on that day if they were not confessed. നീ ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്തിട്ടില്ലാത്ത എല്ലാ പാപങ്ങളും പബ്ലിക്കിന്റെ മുമ്പിൽ ദൈവം എക്സ്പോസ് ചെയ്യുന്ന ഒരു നാളുണ്ട്. ഇന്ന് പിടികിട്ടാതെ എഴുതിത്തള്ളിയ അനേക കേസുകളുടെയും സത്യം വന്ന് തെളിയും. ആരാരെ കൊന്നെന്ന്, ആർക്ക് പൈസ കൊടുത്തിട്ട് ആ കേസ് മൂടി വെച്ചെന്ന്, ആരുടെ കൈ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്, ഹല്ലേലൂയ സ്തോത്രം, എല്ലാം വെളിപ്പെടുന്ന ഒരു നാളുണ്ട് അന്ന്. ഹല്ലേലൂയ, എല്ലാവരുടെ ഹൃദയ രഹസ്യങ്ങളെയും പ്രൈസ് ദി ലോർഡ് ദൈവം അവിടെ കൊണ്ടുവരും.
ഇന്ത്യയിലുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു ചെറിയ ഒരു സിമിലി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുക, ഞാൻ അതിനെ 100% I am agreeing with what he was thinking about that. Though there is no sound proof in the scripture about that. God, Bible അങ്ങനൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും I agree with his thinking. അദ്ദേഹം എന്താ തിങ്ക് ചെയ്തെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞത്, we have a chip somewhere in our brain, God fixed it there. Every thoughts, our every intentions, every actions are recorded in the chip right from the day we were born. ഇത്രയൊക്കെ ഈ ശരീരത്തിലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്കറിയാമല്ലോ. ബ്രദറൊക്കെ അറിയാം, സർജറി ഒക്കെ നടത്തുമ്പോൾ ഇതിനകത്തുള്ള ഇന്റേണൽ ഓർഗൻസും അതിൻ്റെ നെർവ്സും അതിൻ്റെ എനിക്ക് കൂടുതലായിട്ടൊന്നും ബയോളജിയെക്കുറിച്ചും അനട്ടോമിയെക്കുറിച്ചും പറയാൻ അറിയത്തില്ല. എങ്കിലും this is a complicated subject. Our body is a മെഡിസിൻ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. Our body is a complicated subject. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിനെ ഉണ്ടാക്കിയ ദൈവത്തിന് ഇതിനകത്തൊരു മെമ്മറി വെക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? നമ്മുടെ എല്ലാ മോട്ടീവ്സും, all our secret thoughts, secret intentions, secret motives are getting recorded there in that chip somewhere in the body. The only thing God has to do when after we die is He has to replay this chip in front of everybody. Will that be possible? That servant of God says it is there. And I have no concrete evidence in the scripture to establish that, but I firmly believe it should be there. I firmly believe. ഒന്ന് ഓർത്ത് നോക്കി, എൻ്റെ ചിപ്പ് എടുത്തിട്ട് ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള, you think about that, what is recorded in this chip. If that is played there, how many of us will stand there to see it? ചിലർക്ക് പേടിയാകുന്നു തോന്നിവിട്ടിരിക്കുന്നത്. That is going to happen, my brothers and my sisters. But there is a good news. എന്താ ഗുഡ് ന്യൂസ് എന്നറിയാമോ? അതും ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞു. When you are confessing something in the name of the Lord and crying out, കർത്താവ് ആ പാട്ട് ഡിലീറ്റ് ചെയ്യും. അപ്പൊ എന്തുവാ പറ്റുന്നത്? നമ്മൾ പണ്ടത്തെ CDസും വീഡിയോ VCP ഒക്കെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ എന്തോ അറിയാമോ, ഈ മാഞ്ഞു പോയിട്ട് വന്നിട്ട് കിച്ചിക്കിച്ചാന്ന് കേൾക്കും അല്ലേ? അപ്പൊ മിക്കവാറും എന്റെ വീഡിയോ ടേപ്പ് കാണിക്കുമ്പോൾ എന്തുമായിരിക്കും എന്നറിയാമോ? എല്ലായിടത്തും കട്ടായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഓർത്തോളം ഇത്രയൊക്കെ ചെയ്തൊരു മനുഷ്യനായിരുന്നു ഇതെന്ന്. എല്ലാവരുടെ ഹൃദയ രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന ഒരു നാളുണ്ട്. ഓർത്തോണേ, എന്തെങ്കിലും തെറ്റ് നമ്മൾ പലപ്പോഴും ചെയ്യും. നമ്മൾ ചിന്തിക്കും എന്തെങ്കിലുമൊക്കെ പണി കാണിച്ചിട്ട് കർത്താവിനോട് സ്തോത്രം പറഞ്ഞ്, കർത്താവെ തിരുരക്ത ക്ലെൻസ് മീ വിത്ത് യുവർ ബ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓൾ ഫോർഗിവൺ, ദിസ് ഓൾ റൈറ്റ്. പക്ഷേ അവിടെ കിച്ചിക്കിച്ചാ വരും, ഒരു കട്ട് വരും. അവിടെ കാണിക്കത്തില്ല, കട്ടായിട്ട് പോകും. കാരണം ദാറ്റ് ഇസ് എ ടേപ്പ്. ടേപ്പ് ഹാസ് ടു പ്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഗോ ബൈ ദ കൗൺസിൽ ഓഫ് ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് ദീസ് കട്ട് വിൽ നോട്ട് കം. വി മേ നോട്ട് ഗെറ്റ് എ ചാൻസ് ടു കമ്മിറ്റ് എ സിൻ. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. എനിക്കറിയില്ല ഹൗ ഐ ആം ഗുഡ് ഇൻ പ്രസന്റിങ് ദീസ് തിങ്സ് ടു യു. കർത്താവ് തരുന്ന കൃപയിൽ മാത്രമായി സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ അന്ത്യനാളിൽ നമ്മുടെ എല്ലാ സീക്രട്ട് മോട്ടീവ്സിനെയും കർത്താവ് എക്സ്പോസ് ചെയ്യുന്ന ഒരു നാളുണ്ട്. Praise the Lord. Hallelujah. Stotram. At the great throne of judgment, God will open the secret closets of all human beings. Every unconfessed sin will be exposed there. Every secret motives of a human being will be exposed publicly. Secrets long buried under the depths of memory will be brought up to light. Unsolved crimes will find their solutions there. Amen. And God will justify himself in front of all and say, after judging a person, after evaluating a person, he himself will ask God, are you qualified to live in heaven or in hell? That person himself will say, I am disqualified, because God has all proof with him. Is God unjust? ദൈവം നീതിയില്ലാത്തവനാണോ? ഈ വചനങ്ങളെല്ലാം അവൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞില്ലേ? God has given us enough time. God has given us his word. We don't have to do anything. His son has died for us. We simply have to believe in him. We have been given his Holy Spirit to guide us through the truth. Even before we commit a sin, Holy Spirit gives us a conviction that it is a sin. My son, take care of that.
നമ്മൾ ടെംപ്റ്റഡ് ആകുന്നുടനെ ഹോളി സ്പിരിറ്റ് സംസാരിക്കാറില്ലേ? പിന്നെ നമ്മൾ എങ്ങനെ സിൻ ചെയ്യുന്നത്? When we ignore the Holy Spirit, voice of Holy Spirit, we commit sin. Don't ever say that it is a mistake. Don't ever say that it is your weakness. No, it is not weakness. It is your failure because you have ignored the warning of the Holy Spirit. Praise the Lord. By the way, temptation is not a sin. You are tempted means it is not a sin. You are tempted to look something means you looked it. It is not a sin. ആരും കണ്ണൊന്നും കുത്തിപ്പൊട്ടിക്കരുത്. അയ്യോ ഞാനത് കണ്ടുപോയല്ലോ. No. Did you go for another look? That is a sin. We know that. Temptation is not a sin. Even Jesus was tempted. Hebrews 4 പറയുന്നുണ്ട്, he himself was tempted like us. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് നടന്നു പോയപ്പോൾ പലതും കണ്ടു കാണും, പക്ഷെ അവൻ വീണ്ടും അത് നോക്കി എൻജോയ് ചെയ്തില്ല. He hated it. When he come across sin, he hated it. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ Holy Spirit will tell us not to do that, not to say that, not to look into that, run away from there. But if you are ignoring the warning of Holy Spirit, if you are ignoring the warning of God, you go and get into that sin. Praise the Lord. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് അന്ത്യനാളിൽ ഇതൊക്കെയും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു നാളുണ്ട്. Praise the Lord. I hope you understood why some good people are ending up their life in hell. Amen. And why some wicked people are ending up in hell. Amen. Those wicked people we know. One thief who died with Christ on one side of the cross, he is in heaven. Why? Because he trusted in Christ. Amen. Whether you are wicked or good, it doesn't matter to God if you confess his son, Jesus Christ, as your Savior. There you start a new life according to the will of God. ഇന്നത്തെ രാത്രി കാലം കേട്ട നല്ല വചനത്തിനായിട്ട് കർത്താവിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങളെ ഈ നാളുകളിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് ഇപ്പോഴേ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് മുമ്പിൽ അപകടങ്ങളുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ. നമുക്ക് കർത്താവിന്റെ വചനത്തിന് കീഴെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു